എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പൂമ്പാറ്റ മരം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു പൂമ്പാറ്റ ചെടി എന്ന് പറഞ്ഞൊരു ചെടിയില്ലേ, ശലഭച്ചെടിയോ അങ്ങനെ അതിന്റെ പേര് പറയുന്നത്, അതുപോലെ തന്നെ ആ ഒരു ആശയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പൂമ്പാറ്റ മരമായത്. അതായത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്തുള്ള പൂമ്പാറ്റകള്, ഈ പൂമ്പാറ്റ, അതുപോലെ തന്നെ ഈ പൂമ്പാറ്റ, പിന്നെ ഇവിടെ വേറൊരു പൂമ്പാറ്റ ഉണ്ട് കേട്ടോ, പിന്നെ ഇത് കണ്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് പെയിന്റ് ഒന്നും ചെയ്യാതെ എടുത്ത പൂമ്പാറ്റയത്. അത് എവിടുന്നാന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കർക്കിടകക്കഞ്ഞി ഔഷധ കിറ്റ് മേടിച്ച ഒരു കവറായത്. അപ്പൊ അതിന്റെ കവറിന് ഇത്രേ കട്ടിയുള്ളൂ. നിലവിൽ ഇത് കാർഡ്ബോർഡാ, പക്ഷെ ഇതിന് ഇതേ കട്ടിയുള്ളൂ. അപ്പൊ ഇതിന്റെ ഇതുപോലെ ഇത് കണ്ടോ, ഈ ഇതുപോലെ ഡിസൈൻ വരുന്ന ഭാഗത്തുനിന്ന് ഞാൻ വരച്ചെടുത്തതാണ് ഈ പൂമ്പാറ്റ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തുനിന്നും വരച്ചെടുത്ത പൂമ്പാറ്റകളാണ് ഇത് ഒക്കെ കണ്ടോ. ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോ ഇതേ ഡിസൈനിലുള്ള ഒരു പൂമ്പാറ്റയുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതന്നെ എടുത്താന്ന് തോന്നുമോ? അതായത് നമുക്ക് പൈസ ചെലവില്ലാതെ ഉണ്ടാക്കാവുന്ന ക്രാഫ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം ഒരു എരഞ്ഞി മരത്തിന്റെ കമ്പ. ആ കമ്പിനകത്ത് ഒടിയുന്ന ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഒടിച്ചു കളഞ്ഞു. പിന്നെ ഈ ഇലയെന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കവറില്ലേ, അതിന്റെ അകത്ത് ആ ഗ്ലൂക്കോസ് പൊടി ഇരിക്കുന്ന ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത. പിന്നെ കുറച്ച് ഭാഗത്ത് വന്നിരിക്കുന്ന ഈ ലവ് ചിഹ്നം, ഈ ഹേർട്ടിന്റെ ഷേപ്പ്, ഇതേ കളറിലുള്ള ഒരു കേക്കിന്റെ കവർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനും പൈസ ചെലവില്ല. പിന്നെ ഒട്ടിക്കുന്ന ഫെവിക്കോളേ ഉള്ളൂ. പിന്നെ അത് തികയാതെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ 1-2 ഇലയും ഇതുണ്ടോ ബട്ടർഫ്ലൈ ഒക്കെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി എന്റെ ഈ പെയിന്റ് ഉണ്ടായിരുന്ന കാരണം ഞാൻ ചെയ്തു. ഇത് കണ്ടോ, ഇതുപോലെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്ര പണിയേ ഉള്ളൂ. ഒരു പൂമ്പാറ്റ വരയ്ക്കുക, ഇങ്ങനെ ഉള്ള ഡിസൈനിലുള്ള കവറുകൾ എടുക്കുക, ഒട്ടിക്കുക, നല്ല ഭംഗിയായിട്ട് റൂം അലങ്കരിക്കുക.
പീസ്, അതായത് കേക്കിന്റെ കവറ് അങ്ങനെയുള്ള കവറുകൾ വെച്ച് ഉണ്ടാക്കിയ ഒരു പൂമ്പാറ്റ മരമായത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ